ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ചില തരത്തിൽ നിന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് കോങ്കൺ ഉള്ളത്? പ്രത്യക്ഷമായും പരിശോധനയിലൂടെയും കോങ്കണ് എങ്ങനെ തിരിച്ചറിയാം? ആ, ആ, കോങ്കണ്ണ് പല തരത്തിലുണ്ട്. അത് കണ്ണ് രണ്ടും ഒരേ വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ മറ്റേ കണ്ണിന്റെ മാറി നിൽക്കുന്ന കണ്ണിന്റെ ഗതി ഏത് രീതിയിലാണെന്നുള്ളതനുസരിച്ച് നമ്മൾ കോങ്കണ്ണിനെ പല തരത്തില് വ്യാഖ്യാനിക്കാറുണ്ട്. പുറത്തേക്ക് നിൽക്കുന്നത് എക്സോട്രോപ്പിയ, ഈസോട്രോപ്പിയ, അങ്ങനെ പലതരത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് സംസാരിക്കാറ്. പിന്നെ അതുകൂടാതെ ഈ കോങ്കണ്ണ് ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായി എന്ത് കാരണമാണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ചും കോങ്കണ്ണിനെ പല തരങ്ങളായി വേർതിരിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് കോങ്കണ്ണ് ഉണ്ടാകുന്നതിന്. അടിസ്ഥാനപരമായി ചില ചില സന്ദർഭങ്ങളിൽ ഒരു കാരണം തന്നെ ഇല്ലാതെയും കോങ്കണ്ണ് ഉണ്ടാകാം. ഇഡിയോപ്പതിക് എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ അത് പാരമ്പര്യമായി വരുന്നതോ അല്ലാതെ വരുന്നതോ ആകാം. പിന്നെ അതുകൂടാതെ കണ്ണിന്റെ പവറിന്റെ വ്യതിയാനവും ചില അവസരങ്ങളിൽ കോങ്കണ്ണിലേക്ക് നയിക്കുന്നതാണ്. അതുകൂടാതെയും പല കാരണങ്ങൾ കൊണ്ട് അതൊരു പരിശോധനയിലൂടെ മാത്രം കണ്ടുപിടിക്കേണ്ട പല കാരണങ്ങളും ഒരു കോങ്കണ്ണിലേക്ക് നയിക്കുന്നതാണ്.